തീ ദോ നം. ഒരിക്കൽ കൂടെ ഉണ്ട്. ആ തീ ദോ നം. അപ്പൊ ഒന്നാം കാലം നമുക്ക് ഒരു പ്രാവശ്യം പറഞ്ഞ് തീരത്തില്ല. ഓക്കെ, 2 പ്രാവശ്യം പറഞ്ഞെങ്കിൽ തീരത്തുള്ളൂ. ഇനി നമ്മൾ ആദ്യതാളം 8 അക്ഷരം എന്ന് പറഞ്ഞില്ലേ, ആ 8 അക്ഷരം നോക്കിക്കോ. 1 2 3 4 5 6 7 8. ഓക്കെ, ഇതാണ് ആദ്യതാളം കേട്ടോ. പാടിക്കാനാണ്. ഓക്കെ, ഒന്നുകൂടെ. 1 2 3 4 5 6 7 8. അപ്പൊ ഒന്നാം കാലം പറയുമ്പോൾ ഒരടിക്ക് ഒരക്ഷരം പറഞ്ഞിട്ട് ഇവിടെ 1 2 3 4 ആ തീ ധോ നം. ഒന്നും കൂടെ. താ തീ ധോ നം. ഒരിക്കൽ കൂടെ. താ തീ ധോ നം. ഒരിക്കൽ കൂടെ. താ തീ ധോ നം. ഡൗട്ട് ഉണ്ടോ? അശ്വിനും ജയരാജനും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി അടുത്ത രണ്ടാം കാലം പറയുമ്പോൾ ഒരടിക്ക് 2 അക്ഷരം നോക്കൂ. താ തി ദോ നം. താ തി ദോ നം. താ തി ദോ നം. താ തി ദോ നം. പക്ഷെ ആ തത്തി ദോ നമ്മൾ രണ്ടാം കാലം പറഞ്ഞപ്പോ എത്ര വർഷം പറഞ്ഞിരുന്നാണ് കൂട്ടത്തില്? എണ്ണി നോക്കിയാരെങ്കിലും നോക്കിക്കോ. താ തി ദോ നം. താ തി ദോ നം. താ തി ദോ നം. താ തി ദോ നം. എത്ര വർഷം പറഞ്ഞു? ഇല്ലേ? അതാണ് കണക്ക്. പറയാം. രണ്ടാം കാലം പറയാം. 1. അപ്പൊ നമ്മള് രണ്ടാം കാലം താളം ഫുള്ള് പറഞ്ഞിട്ട് റിവിഷൻ ഒന്നാം കാലം പറയണം. ഓക്കെ. 1 2 3 4 താ തി ദോ നം. താ തി ദോ നം. താ തി ദോ നം. താ തി. ഒന്നാം കാലം. താ തി ദോ നം. ഒരിക്കൽ കൂടെ. താ തി ദോ നം. രണ്ടാം കാലം. താ തി ദോ നം. താ തി ദോ നം. താ തി ദോ നം. താ തി ദോ നം. സംശയം ഉണ്ടോ? ഇനി മൂന്നാം കാലം എങ്ങനെ പറയും? ഒരടിക്ക് 4 അക്ഷരം. ഓക്കെ, നോക്കൂ. തത്തി ദോനം തത്തി ദോനം തത്തി ദോനം തത്തി ദോം തത്തി ദോനം തത്തി ദോനം തത്തി ദോനം തത്തി ദോനം. എത്ര വർഷം പറഞ്ഞു നമ്മള്? തത്തി ദോനം എത്ര വർഷം പറഞ്ഞു? ഉറക്കെ പറഞ്ഞോ? 8 പ്രാവശ്യം പറഞ്ഞു കേട്ടാ. അപ്പൊ പറയാം. മൂന്നാം കാലം, രണ്ടാം കാലം, ഒന്നാം കാലം, രണ്ടാം കാലം, മൂന്നാം കാലം അങ്ങോട്ടും ഇങ്ങോട്ട് പറയാൻ പോകാം. സംശയമുണ്ടോ? സംശയമുണ്ടോ? പറയാം. മൂന്നാം കാലം. 3 4 തത്തി ദോനം തത്തി ദോനം തത്തി ദോനം തത്തി ദോനം തത്തി ദോനം തത്തി ദോനം. രണ്ടാം കാലം. താ തി ദോ നം. താ തി ദോ നം. താ തി ദോ നം. താ തി. ഒന്നാം കാലം. താ തി ദോ നം. ഒരിക്കൽ കൂടെ. താ തി താ തി ദോ നം. താ തി താ തി ദോ നം. താ തി. അടുത്തത്. തത്തി ദോം നം തത്തി ദോം നം തത്തി ദോം തത്തി ദോം നം തത്തി ദോം നം തത്തി ദോം നം തത്തി ദോം നം. ഓക്കെ, സംശയം ഉണ്ടോ? ഇനി ഇത് താളത്തില് നമ്മൾ എഴുതാൻ പഠിക്കണം. ഇതത്രേ. വീഡിയോ വേണ്ടേ?